സിനിമാ കോൺക്ലേവിൽ നടത്തിയ വിവാദ പരാമർശത്തിൽ ഉറച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും പരിശീലനം വേണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു. പലരുടെയും സിനിമകൾ സംവിധാനം ചെയ്തത് ക്യാമറാമാരാണെന്നും ആരോപണം ഉയർത്തി. ഗവൺമെൻറ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം, അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെ ഇതിനെപ്പറ്റിയുള്ള സാങ്കേതികമായ പരിജ്ഞാനം കൊടുത്തിട്ട് അവരെ എംപവർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ പോസിറ്റീവായിട്ട് ഇതിനെപ്പറ്റി പറയാൻ പറ്റുകയില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയത് അവർ പടം എടുത്ത ആളുകൾ ഇവിടെ വന്ന് എന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർക്കിങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കിട്ടാത്തതിൻ്റെ കുറവ് അതിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. മുൻപരിചയം ഇല്ലാത്തവർ അവർക്ക് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ഈ ഒരു 2-3 ആഴ്ചത്തേക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കണം. അപ്പോൾ അവർ എക്യൂപ്ഡ് ആവും. അത്രയും പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞതിന് അങ്ങനെ നെഗറ്റീവ് ആക്കി എടുക്കുന്നത്. അതേസമയം പ്രതിഷേധിച്ച ആളുടെ ലക്ഷ്യം പബ്ലിസിറ്റിയാണെന്നും അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിന് മറുപടിയുമായി കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും ഗായികയുമായ പുഷ്പാവതി രംഗത്തെത്തി. ഞാൻ സിനിമാ പിന്നണി ഗായികയാണ് വർഷങ്ങളായിട്ട്. 2001 മുതൽ പിന്നണി ഗാന രംഗത്തുണ്ട്. അതുകൂടാതെ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനാണ്. ഞാൻ ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് ജനിച്ചു വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്റെ ആത്മസഹോദരങ്ങളോടുള്ള കടപ്പാടുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഇതൊരു എന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടാണ്. അതേസമയം അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ മന്ത്രിമാർക്കിടയിലും ചലച്ചിത്ര പ്രവർത്തകർക്കിടയിലും ഭിന്നാഭിപ്രായങ്ങളുണ്ട്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ മന്ത്രി VN വാസവൻ അടൂർ ഗോപാലകൃഷ്ണനെ അനുകൂലിച്ചു. സമാപന സമ്മേളനത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതായി കണ്ടു. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം സിനിമയ്ക്ക്, ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് SC/ST കമ്മീഷൻ റിപ്പോർട്ട് തേടി. അടൂർ ഗോപാലകൃഷ്ണനെതിരെ സാമൂഹ്യ പ്രവർത്തകൻ ദിനുവേൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേർന്നു. MG പ്രതീഷ്, ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് ഇന്നും പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ സ്ത്രീകൾക്കും ദളിതർക്കും പരിശീലനം നൽകണമെന്ന് പറഞ്ഞു. ഇന്ന് അത് വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അതായത് സർക്കാർ ചെലവിൽ സിനിമ നിർമ്മിക്കുന്നവർക്ക് പരിശീലനം വേണം. സർക്കാർ ചെലവിൽ ഇപ്പോൾ സിനിമ നിർമ്മിക്കുന്നത് ഈ പറയുന്ന SC വിഭാഗക്കാരും ഒപ്പം സ്ത്രീകളുമാണ്. ഇന്നലെ പറഞ്ഞത് ഇന്നും അതേപടി പറഞ്ഞിരിക്കുന്നു. ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നു. അടൂരിൻ്റേത് സതുദ്ദേശപരമോ ദുരുദ്ദേശപരമോ എന്ന ഒരു നെറേറ്റീവിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശം? സുഹൈൽ, തീർച്ചയായും. കാരണം ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശമാണ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപങ്ങളിലൊന്ന്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പരസ്യമായി അദ്ദേഹം പൊതുവേദിയിൽ നടത്തിയ നിലപാട് ഇന്നും ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മാധ്യമങ്ങളോട് ഇന്നും സംസാരിക്കുമ്പോൾ അത് തിരുത്താനൊന്നും തന്നെ അദ്ദേഹം തയ്യാറായിട്ടില്ല. താൻ തെറ്റായ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഈ വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാടിനോട് പരസ്യമായി പ്രതികരിച്ച പുഷ്പവതി ആര് എന്നതാണ് മാധ്യമങ്ങളോട് പ്രധാനമായും അദ്ദേഹം ചോദിച്ചത്. കാരണം 2001 മുതൽ സിനിമ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് പുഷ്പവതി. അതിനോടൊപ്പം തന്നെ ഈ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആണ്. ഇത്തരത്തിലൊരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ആരാണെന്നും അവരെ തനിക്ക് അറിയില്ല എന്നുള്ള ഒരു പ്രതികരണം ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെതിരെ വലിയ വിമർശനം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഒരു വിഭാഗം മാത്രം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം തെറ്റായി പറഞ്ഞതല്ല. അതിൻ്റെ ഉദ്ദേശശുദ്ധി, അത്തരത്തിലൊരു ഉദ്ദേശശുദ്ധിയോടെ കൂടി പറഞ്ഞതാണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് എന്നുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില വാദങ്ങളൊക്കെ തന്നെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പരാമർശമായിരുന്നു SC/ST വിഭാഗവുമായി ബന്ധപ്പെട്ട നടത്തിയത് എന്നതാണ് പ്രധാനമായും സിനിമാ മേഖലയിലുള്ളവർ ഉന്നയിക്കുന്ന കാര്യം. ഒപ്പം ഇതുമായി ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവിയുടെ SC/ST കമ്മീഷൻ ഉൾപ്പെടെ വിശദീകരണവും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശം ഉണ്ടായി എന്നതാണ് പ്രധാനമായും പല കോണുകളിൽ നിന്നും ഉയരുന്ന ആക്ഷേപം. പക്ഷേ അപ്പോഴും തന്റെ നിലപാടിൽ നിന്ന് ഈ അടൂർ ഗോപാലകൃഷ്ണൻ പിന്നോട്ട് പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.
സുഹൈൽ. കലയ്ക്ക് ജാതിയുടെയും ഈ പറയുന്ന ജെൻഡറിന്റെയും നിറം കൊടുക്കുന്നത് ശരിയാണോ എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ഇന്നലെ പറഞ്ഞത് തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നും പറഞ്ഞിരിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയെന്ന് മാത്രം. എൻ ജി പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്. സിനിമ എടുക്കാൻ സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ 3 കൊല്ലത്തെ ക്ലാസ് കൊടുക്കണമെന്ന നടനും MLA യുമായ M. മുകേഷ്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ ചുവട് പിടിച്ചാണ് M. മുകേഷിന്റെ പ്രതികരണം. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തെ മുകേഷ് അനുകൂലിച്ചു. പ്രതികരണത്തിൽ അവരെ ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് ആവശ്യമെങ്കിൽ 3 മാസത്തെ ഒരു ക്ലാസ് കൊടുക്കണം. അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതായിരിക്കണം. സ്ത്രീകൾക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ 3 മാസം അവരെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് സിനിമ നിർമ്മിക്കാൻ ഡയറക്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കൂടെ നന്നാവും. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉണ്ടെങ്കിൽ, എല്ലാവരും അങ്ങനെ വേണമെന്നില്ല. ഒരു ഇന്റർവ്യൂവിൽ നമുക്കറിയാമല്ലോ, കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. കപ്പാസിറ്റിയിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ തെറ്റ്? സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം പട്ടികജാതി വിഭാഗത്തോടുള്ള അവഹേളനമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഒരു വംശീയ വിവേചനം പരാമർശത്തിലുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ മന്ത്രി സജി ചെറിയാനെങ്കിലും ഖേദം പ്രകടിപ്പിക്കണമായിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ലോകപ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി. ഒരിക്കലും അദ്ദേഹത്തെ പോലെയുള്ള ലോകമാകെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര സംവിധായകനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് പട്ടികജാതി വിഭാഗങ്ങളെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും അദ്ദേഹം നടത്തിയത്. എൻ്റെ വിശ്വാസം അദ്ദേഹം അത് തിരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരിശീലനം കൊടുക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ ഒരു വംശീയമായ വിവേചനം കടന്നു വരുന്നുണ്ട്. അദ്ദേഹം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത് അദ്ദേഹം തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ സദസ്സിൽ നിന്ന് പ്രതിഷേധിച്ച പുഷ്പവതിക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ പരാമർശം നടത്തിയിരുന്നു. ഇതിലിപ്പോൾ പുഷ്പവതിയുടെ മറുപടി കൂടി വരുന്നുണ്ട്. ആ പ്രതികരണത്തിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാണ്. അത് സിനിമ സംഗീത മേഖലയിൽ വന്നിട്ട് 24 വർഷമായി. അറിയപ്പെടുന്ന ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുള്ളതാണ്. മീഡിയ സത്യം പറഞ്ഞാൽ എൻ്റെ മുഖമൊക്കെ ഇപ്പോഴായിരിക്കും കാണിക്കുന്നുണ്ടാവുക. പക്ഷേ എൻ്റെ പാട്ടുകൾ എല്ലാവരും നിറയെ കേട്ടിട്ടുള്ളൊരു ഒത്തിരി ഗാനങ്ങൾ പാടിയിട്ടുള്ളൊരു ഗായികയാണ് ഞാൻ. സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ എന്നതിലുപരിയൊക്കെ, ഇതിനേക്കാളൊക്കെ എല്ലാം ഉപരി എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കാൻ, ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇവിടെ ഒരു ഇന്ത്യൻ പൗരയാണ് എന്നുള്ളതാണ്. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി കൊടുത്തു. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. സെലിബ്രിറ്റി സ്റ്റാറ്റസ് നോക്കിയല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതെന്നാണ് പുഷ്പവതി പറഞ്ഞത്. മറ്റു